കൊല്ലത്ത് ഗുണ്ട അസോസിയേഷൻ ഓഫീസ് തുറക്കാൻ പദ്ധതിയിട്ട് ഒരു സംഘം ഗുണ്ടകൾ. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് കോളേജ് ജംഗ്ഷന് സമീപം ഓഫീസ് തുറക്കാൻ പദ്ധതിയിട്ടത്. ഓഫീസ് തുറക്കുന്നതിന് മുന്നോടിയായി ഗുണ്ടകൾ യോഗം ചേർന്നു. യോഗത്തിന് തോക്കുൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായാണ് ഗുണ്ടകൾ എത്തിയത്. ദൃശ്യങ്ങളിലേക്ക്. നമ്മുടെ പുതിയ ഗുണ്ട അസോസിയേഷന്റെ ഓഫീസ് റെഡിയായിട്ടുണ്ട്. ശ്രീ രാജരാജേശ്വരി ഗുണ്ട അസോസിയേഷൻ. ഷമീർ അബ്ദുൾ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന്. ഷമീർ, ഇതെന്താ ഗുണ്ടാരാജാണോ എന്ന് ചോദിക്കേണ്ടി വരും. ഈ പോലീസ് ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ നടപടികൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? പോലീസിന് അതീവ രഹസ്യമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 6 പേർക്കെതിരെ പോലീസ് എഫ്ഐആർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ കൊടും ക്രിമിനലുകളാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് കൊല്ലം കോളേജ് ജംഗ്ഷൻ നഗരത്തിൽ തന്നെ കോളേജ് ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് ശ്രീ രാജരാജേശ്വരി അധോലോകം എന്ന പേരിലാണ് ഇപ്പോൾ ഈ ഗുണ്ട അസോസിയേഷന്റെ ഓഫീസ് തുറക്കാൻ അവർ തീരുമാനിക്കുകയും അത് തുറക്കുകയും ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഇവർ ഒത്തുകൂടുകയും ആ ഒത്തുകൂടിയപ്പോഴുള്ള ചില ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇതിൽ തോക്കുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. ആ തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങളുമായിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ അവിടെ ഒത്തുകൂടുകയും ഇത്തരത്തിലൊരു പാർട്ടി അസോസിയേഷൻ രൂപീകരിക്കുന്നതിന് മുന്നോടിയായ ഒരു പാർട്ടി നടക്കുകയും ചെയ്തത്. എന്തായാലും ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞത്. എന്തായാലും 6 പേർക്കെതിരെ നിലവിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇക്കഴിഞ്ഞ ജനുവരി മാസത്തിലായിരുന്നു ഈ സംഭവം നടന്നത്. എന്തായാലും പോലീസിന് അതീവ രഹസ്യമായിട്ടാണ് ഈ ദൃശ്യങ്ങൾ ലഭിക്കുകയും പോലീസ് ഈ സംഭവത്തിൽ ഇപ്പോൾ കേസെടുക്കുകയും